നമ്മുടെ മോണ്ടനീഗ്രോ സ്ട്രൈക്കറായ സ്റ്റെവാൻ ജോവറ്റിച്ചിൻ്റെ കാര്യത്തിൽ വീണ്ടും ട്വിസ്റ്റ് എന്ന് തന്നെ പറയണം. എന്തായാലും അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. 300 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. മാക്സിമം അതിലേക്കൊന്ന് എത്തിക്കാനായി ശ്രമിക്കുക. പിന്നെ 10K അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതുവരെ 10K എത്തിയിട്ടില്ല. ഇത്രയധികം ന്യൂസും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെ 10Kയിൽ തന്നെ എത്തിച്ചിട്ടില്ല. സോ മാക്സിമം എല്ലാവരും ഒന്ന് 10K ടാർഗറ്റാക്കി കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, അത് 2 സെക്കൻഡ് സമയം മാത്രം മതി നിങ്ങൾക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സോ അതൊന്ന് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാഞ്ചസ്റ്റർ സിറ്റി, ഫ്ലോറൻറ്റീന, അതുപോലെ തന്നെ ഒളിമ്പിയാക്കോസ്, ഇൻ്റർ മിലാൻ തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകളിൽ കളിച്ച സ്റ്റെവാൻ ജോവേറ്റിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ ആരാധകരെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്തായാലും ഇത് നമ്മൾ ആരോട് ചോദിച്ചാലും അവർ പറയുന്നത് അവരാരും ഇല്ല എന്നും പറയുന്നില്ല, ഉണ്ടെന്നും പറയുന്നില്ല. അവർക്ക് പ്രോപ്പറായിട്ടുള്ള സോഴ്സിൽ നിന്ന് വിവരം കിട്ടിയില്ലെന്നേ അവർ പറയുന്നുള്ളൂ. സോ എന്തായാലും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, അതായത് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന തരത്തിൽ റൂമറുകളുണ്ടായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹം വരത്തില്ല എന്ന തരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യമായ മോണ്ടനീഗ്രോയിൽ തന്നെയുള്ളൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ പോകുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും അദ്ദേഹം ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു 34 വയസ്സുണ്ട്. ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻറ്റ് വെച്ച് ഇവിടെ ഒരു നല്ല കരിയർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു. പിന്നെ ഇത്രയധികം ഫാൻ ഫോളോവേഴ്സ്, ISL തന്നെ ഒരു ടോപ്പ് പ്ലെയറായിട്ട് മാറാൻ സാധിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രായത്തിൽ. 34 വയസ്സുണ്ട്. സോ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും നല്ല സാലറി, നല്ല ഫാൻസ്, സോ സ്റ്റേഡിയം കവിഞ്ഞിരിക്കുന്ന ഫാൻസ്, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൂട്ടാം, എല്ലാം ചെയ്യാം. ഒരു എന്താ പറയുക, ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് വന്നാൽ അദ്ദേഹത്തിന് കിട്ടും. ബട്ട് എന്തുകൊണ്ടാണ് ഈ താരങ്ങൾ ഇങ്ങനെയൊക്കെ ഇന്ത്യയിൽ വരാത്തതെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് മറ്റേത് ക്ലബ്ബും വിട്ടേക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായിട്ട് ഈ ഒരു ഏജിൽ, ഏതൊരു 30 വയസ്സിന് താഴെയാണെങ്കിൽ ഓക്കെ, ഒരു 32, 33, 34 ഈ ഒരു ഏജിൽ ഉറപ്പായിട്ടും ഒരു എന്താ പറയുക, നിങ്ങളൊരു ആവറേജ്, നിങ്ങളുടെ ഒരു ടോപ്പ് പ്ലേയിലല്ല നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ക്ലബ്ബ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ എന്നിട്ടും എന്താണ് അദ്ദേഹം അത് ചൂസ് ചെയ്യാത്തതെന്ന് അറിയില്ല. അദ്ദേഹം മാത്രമല്ല, പല യൂറോപ്യൻ പ്ലേയേഴ്സും ഉറപ്പായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നത് അവർക്കൊരു നല്ല കാര്യം തന്നെയാണ്. അവർ അത്യാവശ്യം നല്ലൊരു ഇന്ത്യൻ കണ്ടീഷനൊത്ത ആ ഒരു ക്വാളിറ്റി ഉള്ളൊരു സ്ട്രൈക്കറെങ്കിലും ആണെങ്കിൽ. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.